പണി എവിടുന്ന് വരുന്നു ആലോചിക്കാനുള്ള സമയം പോലും അവർക്ക് കൊടുക്കരുത്. അങ്ങനെ വേണം നീങ്ങാൻ. മനസ്സിലായോ? മനസ്സിലായമ്മേ. എടുത്തമ്മേ, നമുക്കൊന്ന് അന്വേഷിക്കാം. ഇപ്പം മലമറിച്ചത് തന്നെ. എവിടെയാടി? ഫസ്റ്റ് ഫ്ലോറിൽ. അവിടെ ഒരു ഈച്ച പോലും ഇല്ല. ഒരു മൂലയിലുള്ള റൂമാ. കുറെ നേരം കഴിയുമ്പോൾ ഓക്സിജൻ സപ്ലൈ കട്ടാവും. വാഷ്റൂമിൽ പോലും ഇല്ല വെന്റിലേഷൻ. ഹലോ, എക്സ്ക്യൂസ് മീ, വിഷ്ണുട്ടനെ കണ്ടോ? ഇല്ലല്ലോ മാഡം. ഇവിടെയുള്ള റൂമുകളിലൊന്നും ആരും താമസമില്ലല്ലോ. ഇല്ല മാഡം, ഉദ്ഘാടനം ആയതുകൊണ്ട് സർവീസ് കഴിഞ്ഞ് എല്ലാം തുറന്നിട്ടിരിക്കുക. എല്ലാത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കീ കയ്യിലില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ട്. സർവീസിനായിട്ട് ഓരോ റൂമിന്റെയും കീ അതാത് റൂമുകളുടെ കീ ഹോളിൽ തന്നെ ഉണ്ട് മാഡം. ഇയാൾ എല്ലാ റൂംസിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കീ എടുത്തിട്ട് വാ. അതെന്തിനാ മാഡം? ഇയാൾ ആദ്യം പറയുന്നതനുസരിക്ക്. ഇപ്പൊ എടുത്തോണ്ട് വരാം മാഡം. ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? കമലം വാ. അവര് പോയി കണ്ടുപിടിക്കോടി. കണ്ടുപിടിച്ചോട്ടെ. അവിടെ കിടന്ന് ചാവണം എന്നൊന്നും എനിക്കും ആഗ്രഹമില്ല. ചത്താ പെട്ടെന്ന് തീറ്റില്ലേ. അങ്ങനെ ഒരു കരുണ അവന് കൊടുക്കാൻ പാടില്ല. ഹലോ, അതെ. ശാലിനി, ആരാ അകത്ത്? ശാലിനി, ഞാനാ. അയ്യോ വിഷ്ണുട്ടാ, ഈ റൂം തുറക്ക. ഇതാ മാഡം, ഇതാക്കി. മൂടിത്താ. വാതിൽ തുറക്ക്. വിഷ്ണുട്ടാ, ഇപ്പൊ തുറക്കാം. ശാലിനി, എന്ത് പറ്റി വിഷ്ണുട്ടാ? ഈ റൂമിന്റെ വാതിക്ക് വെച്ച് എന്നെ ആരോ അകത്തേക്ക് പിടിച്ച് തള്ളി. ആളാരാണെന്ന് മനസ്സിലാവും മുമ്പ് റൂം പൂട്ടി പുറത്തെ മാസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്തു. ഏതവനോ? ഇത് അവള് തന്നെയാ, സുസ്മിത. വിഷ്ണുട്ടൻ വാ. അല്ല, വിഷ്ണുവാശനെ റൂമിൽ പൂട്ടിട്ടിരിക്കണ നേരത്തെ എനിക്ക് എങ്ങനെ മനസ്സിലായത്? വിഷ്ണുവേട്ടനെ കാണാതാവുന്നതിന് തൊട്ടു മുമ്പ് അവളും കുറച്ചു നേരത്തേക്ക് മിസ്സിംഗ് ആയിരുന്നു. പിന്നീട് അവള് തിരിച്ചു വന്നപ്പോ അടക്കി പിടിച്ചുള്ള ചിരിയും അമ്മയായിട്ടുള്ള സംസാരമൊക്കെ ഞാൻ കൂട്ടി വായിച്ചു. ഫോൺ ചാർജ് ചെയ്യാവുന്ന ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ വിഷ്ണുവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവില്ല. അതും ഇന്നത്തെ ദിവസം. വിഷ്ണുവേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളെ ഇനി അധിക നേരം ഇവിടെ നിർത്താൻ പാടില്ല വിഷ്ണുവേട്ടാ. ഇന്ന് നമ്മുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനമാ. എന്ത് പ്രശ്നം ഉണ്ടാക്കും അവള്? ഒരു പൊതുപരിപാടിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാ. അതിനിടെ സുസ്മിത എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ച? ചന്ദ്രബോസ് പറഞ്ഞത് ശരിയാ. ഒരു ഹോട്ടൽ തുറക്കുന്നതിനേക്കാൾ വളരെ എളുപ്പം അത് പൂട്ടിക്കാൻ. പക്ഷെ അങ്ങനെ എളുപ്പം പറഞ്ഞുവിടാൻ പറ്റില്ല അവളെ. എന്തോ കാര്യത്തിൽ ആ സെർലാൻഡി ഭയക്കുന്നുണ്ട് അമ്മ. താൻ പേടിക്കണ്ട. ഇനി ആ സുസ്മിത എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി അവൾക്ക് പകരം ഞാൻ പോകും ജയിലിലേക്ക്. അത്രേ ഉള്ളൂ.
അങ്ങനെ ഞങ്ങളുടെ വലിയ സ്വപ്നങ്ങളിലൊന്ന് ഇന്ന് ഈ വിഷ്ണു ലോകത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ശാലിനി, ഞാനും കമലിനെ ഫുഡിന്റെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ശരി. അളേ, ഞാൻ പോയിട്ട് വരാം. കമല പോടാ. എവിടെ പോടാ? ഫുഡിന്റെ കാര്യങ്ങൾ എന്താ നോക്കിട്ട്. പോട്ടെ. കണ്ടില്ലേ, ഇത്തരം കാര്യങ്ങൾക്കൊന്നും മുഖം തരില്ല എന്റെ വിഷ്ണു. ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് അന്തർമുഖനാണ്. കുറച്ചുനാൾ ഞങ്ങൾ തമ്മിൽ അല്പം അകൽച്ചയിലായിരുന്നു. ഞങ്ങളെ തമ്മിൽ അകറ്റാനും തെറ്റിദ്ധരിപ്പിക്കാനും കുറച്ച് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എന്താടി വീഡിയോഗ്രാഫർ ആയോ നീ? നല്ല നിമിഷങ്ങളല്ലേ കുഞ്ഞേച്ചി, ഇതൊക്കെ പകർത്തിയെടുത്തില്ലെങ്കിൽ എങ്ങനെയാ? ശാലിനി, ഇവളെന്താ പോവാത്തെ? നാണം കെട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ? പ്രീതി പറഞ്ഞതാ കറക്റ്റ്. നാണമില്ലാതായ എന്ത് ചെയ്യും? മോളെവിടെ? അവള് റൂമിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുക. ഇവിടുത്തെ ഒരു മെയ്ഡുണ്ട് കൂട്ടിന്. ഇത്രയും നാളും കൊടുക്കാത്ത സ്നേഹവും വാത്സല്യവും സന്തോഷവും എല്ലാം എനിക്കെന്റെ വിഷ്ണുവിനും ശാലിനിക്കും കൊടുക്കണം. അതിന്റെ തുടക്കം ഈ വിഷ്ണു ലോകത്തിലൂടെ. അതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് അങ്ങേയറ്റം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. നിർത്ത്. എന്ത് സഹായ സഹകരണം വേണമെന്നാ നിങ്ങളീ പറയുന്നേ? ആളെ കൊല്ലാനോ? എന്താടി നിനക്ക്? ഇതെന്താന്ന് മറുപടി പറ നിങ്ങള്. കണ്ടോ അമ്മ എന്താന്ന്? ഇതെന്താ ഇത്? വിഷ്ണു ലോകത്ത് 1000 തലയുള്ള അനന്തന്റെ വിഷോ? ഇത് ജ്യൂസിൽ ഉണ്ടായിരുന്നില്ല സത്യാമ്മേ. ജ്യൂസിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ ജ്യൂസിലിട്ടതാണോ? എനിക്കെന്താ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ? മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയും വിളമ്പുകയും ചെയ്ത സ്ഥലം ഇത്. അവിടെ ഇത്രയും പിടിപ്പേട് കാട്ടിയിട്ട് ഒരുമാതിരി ന്യായം പറഞ്ഞുകൊണ്ട് വരുന്നോ? ഇത് ഇയാളുടെ മുഖത്തൊഴിക്കാ വേണ്ടത്. വിളമ്പിയാളുടെ മാത്രമല്ല, വിളമ്പിച്ചവരുടെ. വലിയ കുടുംബശ്രീയുടെ മഹിമയൊക്കെ പറയുന്നവരാണല്ലോ പിന്നണിയില്. എന്നിട്ടാണോ ഈ വൃത്തികേട്? ഭാമേ, എന്റെ മകളോട് നിനക്ക് പണ്ടേ പകയും പിണക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും
ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദൈവം പൊറുക്കാത്ത കാര്യം അത്. സരളെ, ഞാൻ മനഃപൂർവ്വം തന്നെ അമ്മേ. ഇത് വിടാൻ പാടില്ല. ആദ്യ ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടൽ കൊണ്ട് ഇവർ എത്ര പേരെ കൊല്ലും. ഇതിങ്ങനെ വിടാൻ പാടില്ല. ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ച് ഇപ്പൊ തന്നെ പൂട്ടിക്കണം. അമ്മയ്ക്ക് മടിയാണെങ്കിലേ ഞാൻ വിളിക്കാം. സുസ്മിതേ, ഒരു മിനിറ്റ്. എന്താടി, മാപ്പ് പറയാനാണെങ്കിൽ എന്റെ പട്ടിക്ക് കേൾക്കണം. ഇതിന് ക്ഷമയില്ല. മാപ്പ് ഞാൻ പറയും. തെറ്റ് പറ്റിയത് ഞങ്ങൾക്കാണെങ്കിൽ മാത്രം. ക്ഷമേ, നീ ആ ഫോണിങ് തന്നെ. നീ എടുത്ത ആ വീഡിയോയുടെ ദാ കുഞ്ഞേച്ചി. നിനക്ക് വേണമെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കാം സുസ്മിതേ. ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മുന്നിൽ നിനക്ക് സമർപ്പിക്കാൻ ഒരു തെളിവ് കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടി. ദേ, എല്ലാവരും കാണും ജ്യൂസിൽ എങ്ങനെയാ പാറ്റ വന്നേന്ന്. കാണു സത്യാമ്മേ. ഇനി നീ തീരുമാനിക്കൂ സുസ്മിതേ. ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കണോ അതോ പോലീസ് ഇൻസ്പെക്ടറെ വിളിക്കണോന്ന്? സുസ്മിതേ, അടിച്ചു നിന്റെ കരണം പൊളിക്കുക വേണ്ടത്. സോറി ആന്റി, ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം? എന്തബദ്ധാടി ഇത്? എനിക്കൊരു അബദ്ധം പറ്റിയതാന്നും പറഞ്ഞില്ലേ? ക്ഷമിക്കണം. ഇതിന് മാപ്പില്ലാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ ഞങ്ങളെന്തിനാ ക്ഷമിക്കുന്നത്? ഒരു കൈയബദ്ധമാണെന്ന് അവൾ പറഞ്ഞില്ലേ? വിട്ടുകളയത്. ഇതെങ്ങനെയാ സരളെ കയ്യബദ്ധമാവുന്നത്? ഇവള് തന്നെ ജ്യൂസിൽ പാറ്റിടുന്നത് നമ്മൾ കണ്ടതല്ലേ? അത് ഞാനൊരു ഷുഗർ പാക്കറ്റാ പൊട്ടിച്ചിട്ടത്. പാറ്റ അതിലെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അതിന് ഇവിടുത്തെ ടേബിളിൽ ഷുഗർ പാക്കറ്റ് ഒന്നും വെച്ചിരുന്നില്ലല്ലോ. അതിന് ഷുഗർ പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നതല്ലെന്ന് പറഞ്ഞോ? മറ്റുള്ളവരെയൊക്കെ കൂടിയ അളവിൽ മധുരം വേണം എനിക്ക്. അതുകൊണ്ട് ഷുഗർ പാക്കറ്റ് കൊണ്ട് നടക്കാറുണ്ട്. അതിനിപ്പോ എന്താ, കൊണ്ടു നടക്കുന്ന പഞ്ചസാരയല്ലേ, അല്ലാതെ ബ്രൗൺ ഷുഗർ ഒന്നും അല്ലല്ലോ. വിട്ട് കളയാൻ പറഞ്ഞത് രണ്ടു കൂട്ടരുടെയും ഗുണത്തെ കരുതിയ. അവൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞല്ലോ, മാപ്പും പറഞ്ഞു. പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിരിക്കുക. ആദ്യ ദിവസം തന്നെ അവിടെ ജ്യൂസിൽ പാറ്റയെ കണ്ടു പറഞ്ഞ മീഡിയക്കാരത് വലിയ വാർത്തയാക്കും. വിഷ്ണുവിന്റെ ബിസിനസിന് അതിന്റെ മോശം. ഒന്നുമില്ലെങ്കിലും ഞാനും നീയും ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്ന് ആലോചിക്കണം ഭാമേ. ഇങ്ങനൊരു വാർത്ത വന്നാ എനിക്കും കൂടിയാ മോശം.
വിഷ്ണുവിന്റെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് വരുമ്പോ ഭാമ വയറ് നിറച്ച് രുചിയുള്ള ഭക്ഷണം തരുമെന്നാ വിചാരിച്ചത്. പകരം ഞങ്ങളെയൊക്കെ ഇവിടെ നിർത്തി പൊരിക്കാണോ ഭാമേ? ശരി, നമുക്കിനി ഭക്ഷണത്തിന് ഇരിക്കാം. സർലിങ് വന്നേ. എടീ, നിന്നെ വിശ്വസിച്ചതൊന്നുമല്ല. തൽക്കാലം ഞങ്ങളിത് വിടുക. പക്ഷേ ഇനി ഇതുപോലെ എന്തിനെങ്കിലും മുതിർന്ന ഇതിലും കൂടുതൽ നാണം കെടുന്നേ ഓർത്തോ. താങ്ക്സ് അമ്മ. ഹോട്ടലിലുണ്ടാവുന്ന ചീത്തപ്പേരും പറഞ്ഞ് എന്നെ രക്ഷിച്ചേന്. അതെന്റെ കടമയായി പോയില്ലേ? ആ, ചിറ്റപ്പൻ എവിടെ അമ്മ? ആ, ഒരു ഫോൺ കോൾ വന്നപ്പോ പെട്ടെന്ന് പോയി. ആ, അതേതായാലും നന്നായി. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് ബോസും കൂടി നാറിയേനെ. സോറി അമ്മ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തെളിവൊന്നും ബാക്കി വെക്കരുതെന്ന്. പട്ടാപ്പകൽ നീ ഒരാളുടെ തല വെട്ടിയെടുത്തോ, പക്ഷേ തലയോ ഉടലോ ബാക്കി കാണരുത്. സർ, ചോറ് റെഡിയാണ്. ഒന്ന് പോണം അവിടുന്ന്. അവന്റെ ഒരു ചോറ്. അതെ വന്നേ. അതെ, കാട്ടുമാക്കാനാ. അതിന് ഈ ടൈപ്പ് ഭക്ഷണം ഒന്നും അല്ല വേണ്ടത്. അതുകൊണ്ട് വിളമ്പാനും സൽക്കരിക്കാൻ നിൽക്കാതെ നീ പൊക്കോ. ശരി. മാലതി, നിന്നെ കണ്ടില്ലല്ലോ. ദേ, എന്റെ മകൻ ചായക്കടക്കാരനെന്ന് പരിഹസിച്ചവരെയൊക്കെ നീ ഒന്ന് കൂട്ടിക്കൊണ്ടു വരണം കേട്ടോ. അവൻ നടത്തുന്ന ചായക്കട ഏതാണെന്ന് അവരൊക്കെ ഒന്ന് കാണട്ടെ. സ്റ്റാർ ഹോട്ടലാ, സ്റ്റാർ ഹോട്ടൽ. അതിന്റെ മുതലാളിയാ മാലതി, വിഷ്ണു. ഭാമേ, മതിയാക്ക്. നീ ഒന്ന് കഴിക്കാൻ നോക്ക്. വിഷ്ണുട്ടാ, ആ, സാമ്പാറാണോ? അവിടെ കൊടുക്ക്. വിഷ്ണുട്ടാ, രണ്ടുപേർക്കും. എന്ത് പണിയായി കാണിക്കുന്നത്? മോന് ഹോട്ടൽ മുതലാളിയെന്നും പറഞ്ഞ് അവിടെ കിടന്ന് തള്ളി മറിക്കുക സത്യമ്മ. അതിനിടയിലാണ് സാമ്പാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. അതൊന്നും സാരമില്ലടോ. തനിക്കറിയാലോ, എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. സാമ്പാർ കേട്ടാ, കുറച്ച് കഴിക്കി. നിനക്ക് സാമ്പാറോ? വിഷ്ണുട്ടന്റെ ഒരു കാര്യം. അച്ഛൻ സാമ്പാറാണോ? അച്ഛനോട്. ഞങ്ങൾക്കും സാമ്പാർ വേണോന്ന് ചോദിക്കാം. തെമ്മാടിത്തരം കാണിക്കുന്നുണ്ടാ? എന്റെ മകനെ കൈ വെക്കാറായോടി.
സത്യഭാമേ, നിങ്ങൾ ബോസെ വേണ്ട. സരളയ്ക്ക് കിട്ടിയത് സരള തന്നെ തിരിച്ചു കൊടുത്തോളാം.